നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്തല്ലേ? ഹലോ, അതെ. ഓക്കെ. എത്ര പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നമ്മൾ? ഓർമ്മ ഉണ്ടോ ഈ പ്രോബ്ലം? മിസ്റ്റർ എയുടെ പ്രോബ്ലം, പിന്നെ മൂന്ന് 3 പ്രോബ്ലംസാ? മൂന്ന് പ്രോബ്ലം. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെയാണപ്പോൾ ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. നമ്മൾ എത്രയാണോ ഏതാണോ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, അത് വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന സെയിൽസ് കൺസിഡറേഷൻ നമ്മൾ എഴുതും. ദെൻ അതിൽ നിന്നും ആ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. ദെൻ അതിൽ നിന്നും പിന്നെ നമുക്ക് കുറക്കാൻ പറ്റുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് അല്ലേ? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആസെറ്റ് വാങ്ങിയപ്പോൾ നമുക്ക് ചിലവായ ക്യാഷ് അല്ലേ, നമ്മൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണല്ലോ വിൽക്കുക. അപ്പോൾ നമ്മൾ വാങ്ങിയ സമയത്ത് വന്ന കോസ്റ്റ് നമുക്ക് കുറക്കാൻ പറ്റും. അതുപോലെ ആ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളും കാര്യങ്ങളും വരുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറക്കാൻ പറ്റും. ഓക്കെ, അത് രണ്ടും ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് സെയിൽ കൺസിഡറേഷൻ നിന്ന് മൈനസ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, പിന്നെ നമുക്ക് സെക്ഷൻ അണ്ടർ സെക്ഷൻ 54B, D, 54G, 54GA പോലുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും. അത് എക്സംപ്റ്റഡ് ഐറ്റംസ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈം ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. മനസ്സിലായല്ലോ? ടാക്സബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ 3 പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മളിന്ന് നെക്സ്റ്റ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സെയിം ഫോർമാറ്റാണ്, ഫോർമാറ്റിലൊന്നും മാറ്റില്ല. പക്ഷേ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റിന് മുമ്പ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, പറയാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമുക്കറിയാം നമ്മളുടെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റൊക്കെ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 വർഷത്തിലധികം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് 36 മന്ത് നമ്മൾ ഒരു അസറ്റ് ഇല്ല, 36 മന്തിലധികം നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ അസറ്റ് എന്തായിരിക്കും, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ആ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണ് ഫുൾ വാല്യൂ ഓഫ് സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയും അല്ലേ? ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഔട്ടർ കോളത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ എക്സ്പെൻസുകൾ ഉണ്ടാവാം, ബ്രോക്കറേജ് മറ്റുള്ള എക്സ്പെൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് കുറക്കാനുള്ളത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഈ പറയുന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ വിറ്റത്. ഓക്കെ, ദെൻ ആ ബിൽഡിംഗ് വിൽക്കുമ്പോൾ അത് മുൻപ് വാങ്ങിയപ്പോൾ ചിലവാക്കിയ ക്യാഷ് ആണത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അത് വെറും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ല, അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇൻഡെക്സ് ചെയ്യണം. ഇൻഡെക്സേഷൻ ചെയ്തതിന് ശേഷം അന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2010 ഒരു ബിൽഡിംഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബിൽഡിംഗ് ഞാൻ വാങ്ങിയപ്പോൾ 10 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന വാല്യൂ. ഓക്കെ, ആ ബിൽഡിംഗ് ഞാൻ 2023 എന്ത് ചെയ്തു, 23/24 ഞാനത് വിറ്റത് ഒരു 20 ലക്ഷം രൂപക്കാണ് ഞാൻ വിറ്റത്. ഓക്കെ, ദെൻ അതാണ് 20 ലക്ഷമായിരിക്കും സെയിൽസ് കൺസിഡറേഷൻ ആയിട്ട് ഇവിടെ കാണിക്കുക. പിന്നീട് നമ്മൾ ഈ പറയുന്ന ആ ഒരു ബിൽഡിങ് 2010 വാങ്ങിയ സമയത്ത് ഞാൻ കൊടുത്ത 10 ലക്ഷം രൂപ അല്ലേ, 10 ലക്ഷം രൂപയാണ് ഞാൻ ചിലവാക്കിയ ക്യാഷ്. ആ 10 ലക്ഷം രൂപ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് കുറക്കാൻ പറ്റും. അതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. പക്ഷേ 2010 ആ 10 ലക്ഷം രൂപ അതിൻ്റെ വാല്യൂ ഇന്ന് എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അന്നത്തെ 10 ലക്ഷം രൂപക്ക് ഇന്നത്തെ എത്ര രൂപയുടെ വാല്യൂ ഉണ്ടെന്നുള്ളത് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യുക. അതിനെയാണ് ഇൻഡെക്സേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, 2010 10 ലക്ഷം രൂപക്ക് ഇന്ന് അല്ലേ എത്ര വാല്യൂ ഉണ്ട്, ഇന്ന് എത്ര രൂപക്ക് തുല്യമാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ദെൻ അതുപോലെ നമ്മൾ 2015 എന്ത് ചെയ്തു, ആ ബിൽഡിങ്ങിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ദെൻ ആ എമൗണ്ട് ആണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയും. അല്ല, ആ ബിൽഡിങ്ങിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കോസ്റ്റ് ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. 2015 അതിന് ചിലവാക്കിയ ക്യാഷിനെ നമ്മൾ 2023 കൊണ്ടുവരികയാണ്.
ഓക്കെ, നമ്മൾ എത്രയായിരിക്കും അന്ന് ചിലവാക്കിയ ക്യാഷിൻ്റെ ഇന്നത്തെ വാല്യൂ എത്ര എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ഇൻഡെക്സേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ഇവിടെ സെയിം തന്നെയാണ്, ഷോർട്ട് അല്ല, ഇവിടെ ലോങ് ടേം ആണ് കേട്ടോ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇത് ലോങ് ടേം ആണ്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും നമുക്ക് കിട്ടും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. പിന്നെ നമുക്ക് സെക്ഷൻ 54B, 54D, 54G പോലുള്ള ഡിഡക്ഷൻസ് നമുക്ക് മൈനസ് ചെയ്യാനുണ്ട്. അതും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ്, ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുക. ഇതിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സേഷൻ ചെയ്യുന്നത് മാത്രമാണ് ലോങ് ടേമും ഷോർട്ട് ടേമും തമ്മിലുള്ള വ്യത്യാസമായിട്ട് പ്രധാനമായിട്ടും വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ ഇതിലും നമുക്ക് നോക്കാം. ലോങ് ടേമിൽ 54B, 54D, 54G ഇതൊക്കെയാണ് നമുക്ക് എക്സംഷൻസ് നമുക്ക് കിട്ടുന്ന ഐറ്റംസ്. ഓക്കെ, ഇനി നോക്കാം, ഒരു പ്രോബ്ലം നോക്കാം. അതിന് മുമ്പ് ഇവിടെ എങ്ങനെയാണ് ഇൻഡെക്സേഷൻ കണ്ടെത്തുക എന്നുള്ളത് ഒന്ന് നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇക്വേഷൻ ആണത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടു. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാനുള്ള ഇക്വേഷനാണ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാനുള്ള ഇക്വേഷനാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ബീയിങ് ട്രാൻസ്ഫേർഡ് ആണ്. അതായത് കോസ്റ്റ് ഇൻറ്റു ആണ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇൻ വിച്ച് ദ അസറ്റ് ബീയിങ് ട്രാൻസ്ഫേർഡ്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തുമായിട്ട് ഇൻഡ്യൂസ് ചെയ്യാം, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, CII എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. ഓക്കെ, ഓഫ് ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് ബീയിങ് ട്രാൻസ്ഫേർഡ്. ഏത് വർഷത്തിലാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യണത്, സെയിൽ ചെയ്യണത്, ആ വർഷത്തിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏത് വർഷമാണോ നമ്മളത് അക്വയർ ചെയ്തത് അല്ലെ, ഏത് വർഷമാണോ ഈ അസറ്റ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ദെൻ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ലെസ് ചെയ്യുക. സോ അതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ വിച്ച് അസറ്റ് വാസ് അക്വയേർഡ്. ഏത് വർഷമാണോ നമ്മൾ ആ വിറ്റ അസറ്റ് വാങ്ങിയത്, ദെൻ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം, കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു ദെൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദ ഇയർ ഇൻ വിച്ച് അസറ്റ് ബീയിങ് ട്രാൻസ്ഫേർഡ്. അതായത് നമുക്കൊരു നമ്പർ ഉണ്ടാവും. ഇപ്പോൾ 2000 ട്രാൻസ്ഫർ ചെയ്യണ മിക്കവാറും നമ്മളുടെ പ്രീവിയസ് ഇയറിലായിരിക്കും, 23-24 ആയിരിക്കും. 23-24 ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 348 ആണ്. 348 ആണ്. ഇത് നോട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേണ്ടി വരും. പിന്നെ ഈ പറയുന്ന വാങ്ങിയ സമയത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അത് ഏത് വർഷമാണോ, അപ്പോൾ ഓരോ വർഷവും മാറും. 2001, 2002 ഒരു എമൗണ്ട് ആയിരിക്കും, 2002, 2003 അങ്ങനെ ഓരോ വർഷത്തിലും ഈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്ക് ഉണ്ട്. ദെൻ അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മളിത് കാണുക. സോ ഇവിടെ ഏത് വർഷമാണോ ആ അസറ്റ്, വിറ്റ അസറ്റ് നമ്മൾ വാങ്ങിയ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. അതേപോലെ തന്നെയാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് വരിക, പകരം ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് വരും. ബാക്കിയൊക്കെ സെയിം തന്നെ. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ അല്ലേ, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ഇയർ ഓഫ് ഇച്ച് അല്ലേ, ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ ഏത് വർഷമാണോ അല്ലേ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്തത്. ഇവിടെ അക്വയർഡ് ആണ്, പകരം ഇവിടെ ഇംപ്രൂവിംഗ് എന്നാണ്. നമ്മൾ എന്ത് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയ ആ വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് കിട്ടും. ഓക്കെ, 1 സെക്കൻഡ്, ഞാൻ അതിൽ സ്ലൈഡിൽ CIIയുടെ ഒരു പിക്ചർ ഉണ്ട്, അതിന് ആഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ.
ഒന്ന് ആഡ് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്യൊരു 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോസ്റ്റ് ഇൻഡെക്സ്. കേൾക്കുന്നില്ലേ? ഓഡിബിൾ അല്ലേ? ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ കോസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതുപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആണ്. ദെൻ അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്: കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി ഇയർ ട്രാൻസ്ഫറും, അതുപോലെ തന്നെ ഡിവൈഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി അസറ്റ് വാസ് അക്യൂർഡ്. ദെൻ അവിടെ ഇംപ്രൂവ്മെൻ്റ് ആയിട്ട് മാറും. കോസ്റ്റ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആകുമ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് അല്ലേ, എത്രയാണോ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ 2010 ഞാനിത് വാങ്ങിയപ്പോൾ എനിക്ക് ചിലവായത് 10 ലക്ഷം രൂപയാണെങ്കിൽ ആ 10 ലക്ഷം, ഓക്കെ, 10 ലക്ഷമാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി അസറ്റ് ബീൻ ട്രാൻസ്ഫേർഡ്. 2023-24 ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് 348 ആണ്. ഓക്കെ, ഇനി ഇത് 2010 ഞാനത് വാങ്ങിയതെങ്കിൽ ആ വർഷത്തെ ഇൻഡെക്സ് ആണ് ഇവിടെ വേണ്ടത്. വാങ്ങിയ സമയത്തെ ഇൻഡെക്സ് കോസ്റ്റ് ഇൻഫ്ലേഷൻ CII എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. വിച്ച് ദ അസറ്റ് വാസ് അക്വയേർഡ് എന്നാണ് വാങ്ങിയത് ആ വർഷത്തത്. ഇപ്പോൾ നമ്മൾ 2010 ആണെങ്കിൽ 2010 വാങ്ങണി വെച്ചാൽ നമുക്കിവിടെ 2010-11 ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നമുക്കിവിടെ കാണാൻ പറ്റും. 2010-11 ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 167 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ വരിക 167 ആണ് അവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്, 167. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് 2010 ഈ പറയുന്ന 10 ലക്ഷത്തിന് ഇപ്പോൾ എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമ്പിൾ, ഈ ഞാൻ ആ വാങ്ങിയ പ്രോപ്പർട്ടിയിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തി. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഒരു 1 ലക്ഷം രൂപയുടെ ഇംപ്രൂവ്മെൻ്റ് ആണ് വരുത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇംപ്രൂവ്മെൻറ്റ് വരുത്തിയത് 2015 1 ലക്ഷം രൂപ. അപ്പോൾ 1 ലക്ഷമാണ് ഇവിടെ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇൻറ്റു CII ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ. ഇയർ ഓഫ് ട്രാൻസ്ഫർ 2023 അപ്പോൾ 348 ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് എന്നാണോ നമ്മൾ നടത്തിയത് ആ വർഷത്തെ ഇൻഡെക്സ്. ഇപ്പോൾ 2015 ഇവിടെ നമുക്ക് കാണാൻ പറ്റും 15-16 ഇൻഡെക്സ് ഇവിടെ കാണാൻ പറ്റും. 2015-16 ഇൻഡെക്സ് 254 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 254 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആ 2015 1 ലക്ഷത്തിന്
2023 എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റും കാണാം. ഇതാണ് ഇൻഡെക്സ്ഡ് ടേബിൾ, CII ടേബിൾ. ഇതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ 2023-24 നമ്മളുടെ ടേബിൾ ഇതാണ്. ഓരോ വർഷത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2001-2 100. ഓക്കെ, അവിടെ ചേഞ്ചസ് ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നോക്കിക്കോളൂ. നമുക്കിവിടെ വേണ്ടത്, പ്രധാനമായിട്ടും വേണ്ടത് 348 2023-24 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. ഇത് കാണാപാഠം പഠിച്ച് വെച്ചുകൊണ്ട് 23-24 348 ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ അഭിനേഷ് പർച്ചേസ്ഡ് എ പീസ് ഓഫ് ലാൻഡ് ഇൻ മെയ് 2012 ഫോർ പീസ് 84,000. ഓക്കെ, അഭിനേഷ് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? ഒരു ലാൻഡ് വാങ്ങി 2012 എത്ര രൂപക്കാ? 84,000 രൂപക്കാണ് വാങ്ങിയത്. ആൻഡ് സോൾഡ് ദ സെയിം ഇൻ ഏപ്രിൽ 2023. ഓക്കെ, ആ വാങ്ങിയ ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തു? അയാൾ വിറ്റു. വിറ്റ ഡേറ്റ് നോക്കണം, 2023. എമൗണ്ട് 10,10,10,000 രൂപക്കാണ് വിറ്റത്. 10,10,000 രൂപക്കാണ് വിറ്റത്. വിറ്റ സമയത്ത് അയാൾക്കൊരു ബ്രോക്കറേജ്, അല്ലേ, ഇത് ഇടനിലക്കാരെങ്കിലും ഉണ്ടാവും ഈ സ്ഥലം വിറ്റ് കൊടുത്തത്. ബ്രോക്കർമാരാണെങ്കിൽ അവർക്ക് ബ്രോക്കറേജ് ആയിട്ട് ഒരു 10,000 രൂപ കൊടുക്കേണ്ടി വന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ അഭിനേഷ്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക, ഇത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് ആദ്യം നോക്കണം, അല്ലേ. 2012 ഈ സ്ഥലം വാങ്ങിയത്. ഓക്കെ, എന്നിട്ട് അയാൾ വിൽക്കുന്നത് 2023. ഈ അസറ്റ് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ഈ അസറ്റ് ലോങ് ടേം അസറ്റ് ആണോ അതോ ഷോർട്ട് ടേം അസറ്റ് ആണോ? ലോങ് ടേം ആണ്, അല്ലേ. കാരണം 3 വർഷത്തിലധികം, 36 മാസത്തിലധികം ഈ പറയുന്ന, അല്ലേ, 12 വാങ്ങിയിട്ട് വിൽക്കുന്നത് 23. ലാൻഡ് ആകുമ്പോ 2 വർഷല്ലേ? 24 months അല്ലേ? ഏത് ലാൻഡ് ആവുമ്പോ ലോങ് ടൈം ആവണമെങ്കിൽ 24 months. ഓക്കെ, 24 months ആണ് വരിക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആകുമ്പോൾ 24 months ആണ് വരിക. അവിടെ 2 years ആണ് വരിക. 2 years വരെ ഷോർട്ട് ടേം കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ടാണ് വരിക. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ 2 yearsലധികം ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കണക്കാക്കുക. ദെൻ ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ പറയുന്ന അസറ്റ് വിറ്റപ്പോൾ കിട്ടിയ ക്യാഷ്, അല്ലേ, ഫുൾ വാല്യൂ കൺസിഡറേഷൻ സെയിൽസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10,10,000 രൂപയാണ്. ദെൻ നമുക്കതിൽ നിന്നും സംഭവിച്ച, അല്ലെങ്കിൽ ആ സെയിലുമായിട്ട് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറക്കാം. ലെസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്ഫർ ആണ്. ദെൻ ബ്രോക്കറേജ് നമ്മൾ 10,000 കൊടുത്തിട്ടുണ്ട്, അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് സെയിൽ കൺസിഡറേഷൻ എന്ന് പറയും. ഓക്കെ, 10,00,000 രൂപയാണ് അവിടെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. ഇനി നമുക്ക് കുറക്കാൻ പറ്റുന്ന 2 കാര്യമാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റുമാണ്. ഇവിടെ നമുക്ക് ഇംപ്രൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇയാൾ 2012 വാങ്ങിയപ്പോൾ കൊടുത്ത പൈസ 84,000 രൂപയാണ്. ആ 2012 84,000 രൂപക്ക് ഇന്ന് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടും. എത്രയാണ്? 1,46,160. മനസ്സിലായോ? 1,00,000 അന്നത്തെ 84,000 രൂപക്ക് ഇന്നത്തെ 1,46,160 രൂപക്കുള്ള വാല്യൂ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് നില്ലാണ്. ദെൻ അത് കുറച്ച് കഴിഞ്ഞാൽ 8,53,840 വരിക. ഇനി ഇവിടെ ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 84,000 ഇൻറ്റു നമ്മളുടെ ഇയർ ഓഫ് ട്രാൻസ്ഫറിലെ ഇൻഡെക്സ്, അല്ലേ. എന്നാൽ നമ്മളിത് വിറ്റത് 2023-24 അപ്പോൾ 2023-24 ഇൻഡെക്സ് 348 348 ഡിവൈഡഡ് ബൈ 200. നമ്മൾ വാങ്ങിയ അന്നത്തെ അക്വയർ ചെയ്ത വർഷത്തെ, അക്വയർ ചെയ്ത് 2012 അപ്പോൾ 12-13 ഇൻഡെക്സ് നോക്കുക. 2012-13 ഇൻഡെക്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, അല്ലേ, 2012-13 ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും 200 ആണ് വരിക ഇൻഡെക്സ്. ഓക്കെ, അതുമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ 1,46,160 നമുക്ക് കിട്ടുക. ഓക്കെ, ഇങ്ങനെയാണ് ഇൻഡെക്സേഷൻ ചെയ്യേണ്ടത്. ഇനി ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. 1,46,160 ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും.
8,83,840. നെക്സ്റ്റ്, മിസ്റ്റർ ബാബു ബോട്ട് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ മെയ് 2013. 2013 ഈ പറയുന്ന ബാബു എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? ഒരു ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു. ഓക്കെ, വാങ്ങിയത് 5 ലക്ഷം രൂപക്കാണ്. ഓക്കെ, അതിന് അയാൾ എന്ത് ചെയ്തു? 2023 മെയ്യിൽ ഇത് വിറ്റു. 15 ലക്ഷത്തിന് ഈ ഒരു പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി വിറ്റു. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രോക്കറേജ് ആയിട്ട് ഇത് വിറ്റപ്പോൾ 50,000 രൂപ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സെയിം, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഫുൾ വാല്യൂ കൺസിഡറേഷൻ ചെയ്താൽ 15 ലക്ഷമാണ്. നമ്മൾ വിറ്റപ്പോൾ കിട്ടിയത് 15 ലക്ഷമാണ്. ദെൻ ട്രാൻസ്ഫർ അല്ലേ, ആയിട്ട് ബന്ധപ്പെട്ട് വന്ന എക്സ്പെൻസ് ഒരു 50,000 രൂപ ഉണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 14,50,000 കിട്ടും നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ. പിന്നെ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലേ, ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. 5 ലക്ഷമാണ് വാങ്ങിയപ്പോൾ ചിലവായ കോസ്റ്റ് ഇൻറ്റു, ഇതാണ് വരിക കേട്ടോ, കോസ്റ്റ് ഇൻറ്റു CII ഓഫ് ഇയർ ഓഫ് ട്രാൻസ്ഫർ. നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആ വർഷത്തിലെ CII, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓഫ് ദി അക്വിസിഷൻ ആണ്. നമ്മൾ അക്വയർ ചെയ്ത വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ്. ഇവിടെ 2013-14 ഇൻഡെക്സ് 220 ആണ്. സോ 220 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കിട്ടും. 7,90,909 ആണ് കിട്ടുക. ഓക്കെ, 7,90,909. ഇത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. അതായത് 2013 5 ലക്ഷത്തിന് 2023 ആയപ്പോൾ 7,90,909 രൂപ വാല്യൂ ഉണ്ട്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ചെയ്യാനുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസ് ആണ്. അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ, എങ്ങനെയാണ് കാണുക എന്നുള്ളത്. ഇൻഡെക്സേഷൻ മാത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. ഇൻഡെക്സേഷൻ കാണാനുള്ള ഇക്വേഷൻ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യും? ഈ ഇൻഡെക്സ് തരും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ വർഷത്തെ ഇൻഡെക്സുകളൊക്കെ ക്വസ്റ്റ്യനിൽ തരും. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻഡെക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് അത് കുറക്കുക. ഓക്കെ, എത്ര മാത്രം ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസ് ആണ്. ചില സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് അക്വിസിഷന് ഇൻഡെക്സേഷനും ചെയ്യാൻ പറ്റില്ല. ചില കേസുകളുണ്ട്. നമുക്ക് ഫസ്റ്റ് കേസ് നോക്കാം. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസയാണ് സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയും അല്ലേ. ഇപ്പം ഞാനൊരു ലാൻഡ് 2010 വാങ്ങിയത്, ഞാനത് വിൽക്കുകയാണെങ്കിൽ, ദെൻ വിൽക്കണത് അന്ന് വാങ്ങിയപ്പോൾ ഞാൻ 5 ലക്ഷം രൂപ ചിലവാക്കി വാങ്ങിയ ഒരു ലാൻഡാണെന്ന് വിചാരിക്കുക. അത് ഞാൻ ഇപ്പോൾ വിറ്റ് 10 ലക്ഷത്തിനാണ്. അപ്പോൾ അവിടെ സെയിൽസ് കൺസിഡറേഷൻ 10 ലക്ഷവും കോസ്റ്റ് ഓഫ് അക്വിസിഷന് 5 ലക്ഷമാണ്. ഓക്കെ, ഇനി ചില കേസുകളിൽ ഇപ്പോൾ അല്ലേ, നമുക്ക് അസസീസിനൊക്കെ എന്ത് ചെയ്യാം? ഈ പറയുന്ന ലാൻഡ് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ അസറ്റ് ഈ എന്താ പറയുക, നമ്മളുടെ പാരൻസ് ഒക്കെ കൊടുക്കാറുണ്ട്, ഗിഫ്റ്റായിട്ടോ വില്ലായിട്ടൊക്കെ എന്ത് ചെയ്യും അല്ലേ, കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ വീടിൻ്റെ വീതം വെപ്പൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ കിട്ടും അല്ലേ. ഫാമിലിയിൽ നിന്ന് അച്ഛന്മാർ അല്ലേ, പാരൻസിൻ്റെ സ്വത്തുക്കളൊക്കെ എന്ത് ചെയ്യും? നമുക്ക് പിന്നീട് മക്കൾക്ക് കിട്ടാറുണ്ട്. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല? അവിടെ പൈസ കൊടുക്കാറില്ല. നമുക്ക് അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് പൈസ നമുക്ക് ചിലവാക്കുന്നില്ല. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടായിരിക്കില്ല അല്ലേ. അതാണ് ഈ കേസ്. അങ്ങനത്തെ കേസിൽ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് കുറക്കാൻ പറ്റും. ദെൻ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഓണർ ആരാണോ അയാളുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കുറക്കാൻ പറ്റുക. മനസ്സിലായോ? കേസ് നോക്കുക. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. അതിൻ്റെ മുമ്പുള്ള, അപ്പോൾ ഒരു എ എന്ന് പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു? അയാളുടെ പാരൻസ് മരിച്ചു പോയപ്പോൾ എന്ത് ചെയ്തു? ഈ പറയുന്ന സ്ഥലം കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് കിട്ടി. ഓക്കെ, അത് അയാൾക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അല്ലാതെ അയാൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, അല്ലെങ്കിൽ അയാളത് അക്വയർ ചെയ്തല്ല ക്യാഷ് കൊടുത്തിട്ട്. ഓക്കെ, ആ കിട്ടിയ പ്രോപ്പർട്ടി അയാൾ വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അയാൾക്ക് എന്തായാലും പൈസ കിട്ടും അല്ലേ. അവിടെ ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അയാൾക്ക് കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്.
പക്ഷേ അയാൾക്ക് അവിടെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഉണ്ടായിരിക്കില്ല അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ആ പ്രോപ്പർട്ടിയുടെ പ്രീവിയസ് ഓണർ ആരാണോ ദെൻ അയാൾക്ക് എത്രയാണോ ആ പ്രോപ്പർട്ടി വാങ്ങാൻ ചിലവായ ക്യാഷ് അതായിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് വരിക. ഇതാണ് ഫസ്റ്റത്തെ കേസ്. കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ ഡീംഡ് ടു ബി ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം അവിടെ. ഊർമിള ബോട്ട് ജ്വല്ലറി ഇൻ 2010. ഓക്കെ, 2010 ഊർമിള എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു, ഒരു ജ്വല്ലറി വാങ്ങിയത് 10 ലക്ഷം രൂപക്കാണ്. 10 ലക്ഷം രൂപക്ക് ഒരു ജ്വല്ലറി വാങ്ങി. ഓക്കെ, അത് സ്വർണ്ണമായിരിക്കാം, ഗോൾഡ് ആയിരിക്കാം. ആൻഡ് ഷീ ട്രാൻസ്ഫേർഡ് ദ സെയിം ടു ഹെർ ഡോട്ടർ ജിഷ ഇൻ 2012 ആണ്. 2012 എന്ത് ചെയ്തു, ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന ജ്വല്ലറി അയാളുടെ മകൾക്ക്, ഊർമിളയുടെ മകൾക്ക് എന്ത് ചെയ്തു, അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അല്ലെങ്കിൽ കൈമാറ്റം കൊടുത്തു. ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കും അപ്പോൾ ജിഷക്ക് അല്ല, പൈസ ചിലവുണ്ടാവില്ല. ദെൻ ജിഷ എന്ത് ചെയ്തു, 2024 ഈ പറയുന്ന ജ്വല്ലറി വിറ്റു. ഓക്കെ, വിറ്റത് 28 ലക്ഷത്തിനാണ്. 28 ലാഖിന് എന്ത് ചെയ്തു, ഈ ജ്വല്ലറി വിറ്റു. നമ്മളോട് ചോദ്യം ഇതാണ്, കമ്പ്യൂട്ടർ ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ ഓഫ് ജിഷയാണ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2024-25. ഇവിടെ നമുക്ക് CII തന്നിട്ടുണ്ട്, കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. 2010-11 167 ആണ് അല്ലേ. 10-11 ആരിത് വാങ്ങണത്, ഈ പറയുന്ന പ്രീവിയസ് ഓണർ ആയിട്ടുള്ള ഊർമിള ഈ ഒരു പ്രോപ്പർട്ടി, ഈ ഒരു ജ്വല്ലറി പർച്ചേസ് ചെയ്യണത്. ഓക്കെ, അതിൻ്റെ ആ വർഷത്തെ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് 167. പിന്നെ മറ്റേത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, 2023 ഇരുന്നാലത്ത് 348 ആണ്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചുകൊണ്ടു. അത് ക്വസ്റ്റ്യനിൽ തരില്ല. തരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തരിക ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതിൻ്റെ മുൻപത്തെ ഏതെങ്കിലും CII അല്ലെങ്കിൽ അക്വയർ ചെയ്ത സമയത്തെ CII ആയിരിക്കും തരിക. ചിലപ്പോൾ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്ഫർ ചെയ്ത് 2012-13 ആണ്. അപ്പോൾ അന്നത്തെ CIIയും തരും. അതുപോലെ തന്നെ ഈ പറയുന്ന പ്രീവിയസ് ഓണർ അത് വാങ്ങിയ സമയത്തുള്ള 2010-11 CIIയും കൂടി തന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അവിടുത്തെ ഇങ്ങനെയുള്ള കേസിൽ പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് അവിടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ വർഷത്തെ CII ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളതിൻ്റെ ഇൻഡെക്സേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കൊടുത്ത കേസ് നോക്കാം. ദെൻ ജിഷ അത് 2024-25 വിറ്റു അല്ല, വിറ്റ് കഴിഞ്ഞപ്പോൾ 28 ലക്ഷത്തിനാണ് വിറ്റത്. നെറ്റ് കൺസിഡറേഷൻ 28 ലക്ഷമാണ്. ഓക്കെ, ദെൻ ഇനി ലെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എക്സ്പെൻസുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതിന് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ സെയിൽസ് കൺസിഡറേഷൻ മൈനസ് എക്സ്പെൻസ് മൈനസ് ചെയ്താലാണ് നെറ്റ് കൺസിഡറേഷൻ കിട്ടുക. ഇവിടെ എക്സ്പെൻസുകളൊന്നും പറഞ്ഞിട്ടില്ല, വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എക്സ്പെൻസുകളൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാൻ പറ്റും. ഇവിടെ ഈ പറയുന്ന ഊർമിള വാങ്ങിയ പ്രീവിയസ് ഓണറാണ് ഇവിടുത്തെ ഊർമിള. ദെൻ ഊർമിള വാങ്ങിയ ആ വർഷത്തെ കോസ്റ്റ് അല്ലേ ഇൻറ്റു നമ്മളുടെ ട്രാൻസ്ഫർ ഇയറിലെ CII ഡിവൈഡഡ് ബൈ ദെൻ പർച്ചേസ് ചെയ്ത അല്ലെ ഊർമിള വാങ്ങിയ വർഷത്തെ CII 167 ആണ്. ഇൻറ്റു ഡിവൈഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 20,83,832 ആണ് അല്ലേ. 2010 10 ലക്ഷത്തിന് 2023 ആയപ്പോൾ 20 ലക്ഷത്തിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ദെൻ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് സ്പെസിഫൈഡ് സർക്കംസ്റ്റാൻസസിൽ ഒന്നാമത്തെ കേസ് കോസ്റ്റ് ടു ദ പ്രീവിയസ് ഓണർ എന്ത് ചെയ്യും, അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് അല്ലേ, പ്രീവിയസ് ഓണറുടെ കോസ്റ്റ് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇവിടെ ഈ ഒരു കേസ് വരിക ഇൻഹെറിറ്റൻസ് ആയിട്ട് അല്ലെ, പാരമ്പര്യ സ്വത്തുക്കളൊക്കെ കിട്ടുമ്പോഴൊന്നും ആ കിട്ടുന്ന ആൾക്ക് എന്തുണ്ടാവില്ല, അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവില്ല. ഇനി ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെയും ഈ പറയുന്ന ഈ ഒരു അസറ്റ് കിട്ടിയ ആൾക്ക് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവില്ല. അത്തരം സാഹചര്യങ്ങളിലാണ് ഇവിടെ പ്രീവിയസ് ഓണറുടെ കോസ്റ്റിനെ ഡീംഡ് ടു ബി കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ചിലപ്പോഴേ ഇതൊക്കെ വരാറുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻസ്, എന്നാലും നോക്കിക്കൊണ്ടു. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, കോസ്റ്റ് ഓഫ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാണ്. ഓക്കെ, ചില ഫണ്ടുകളുണ്ട്, ചില ഷെയറുകൾ, അത് കോസ്റ്റ് ഷെയറുകളും ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ അല്ലേ, ഷെയർ ആൻഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടാണ്. ഓക്കെ, ഇത് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഷെയറിൻ്റെ കേസിൽ ഇക്വിറ്റി ഷെയറൊക്കെ ആണെങ്കിൽ നമുക്കറിയാം 12 മന്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് നമുക്ക് ഈ പറയുന്ന ഇക്വിറ്റി ഷെയറോ അല്ലെങ്കിൽ
ഏതെങ്കിലും ഷെയർ ബേസ്ഡ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടുകളോ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 2018 ശേഷം അത് ടാക്സബിൾ ആണ്. 2018 വരെ ഈ പറയുന്ന ഷെയറുകളും അതുപോലെ തന്നെ ബോണ്ടുകളൊന്നും വിറ്റ് കഴിഞ്ഞാലുള്ള പ്രോഫിറ്റ് ഒന്നും ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ലായിരുന്നു, ക്യാപിറ്റൽ ഗെയിനിൽ ഇൻക്ലൂഡ് ചെയ്യില്ലായിരുന്നു. പക്ഷേ 2018 ശേഷം നമുക്ക് ഈ പറയുന്ന ഷെയറുകളും അതുപോലെ ഇക്വിറ്റി ഷെയർ മറ്റുള്ള ഷെയറുകളൊക്കെ എന്താണ്, അതൊക്കെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ഒരു ഈ പറയുന്ന ഈ ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടോ ഇക്വിറ്റി ഷെയറോ ഞാൻ മുൻപ് വാങ്ങിയിട്ട് അത് ഞാനെന്ത് ചെയ്യാണ് ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ ഓക്കെ, അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗെയിന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഒരു വർഷത്തിൽ കൂടുതൽ ഞാനത് കീപ്പ് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ ഓക്കെ. ഇനി ഒരു വർഷത്തിൽ കുറവാണെങ്കിൽ അത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനായിട്ടും മാറും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് അസറ്റ് അല്ല, ഞാൻ ഈ ഷെയർ വാങ്ങിയ സമയത്തുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷന് ആയിരിക്കില്ല. അവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് 2 കേസാണ്. ഹയർ ഓഫ് ദി ഫോളോയിങ് ആണ്. താഴെ പറയുന്നതിൽ ഏതാണോ വലുത് അതായിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, അതിൽ ഒന്നാമത്തെ കേസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദി അസറ്റ്. ഞാൻ ഈ ഷെയറുകൾ അല്ലെങ്കിൽ ഈ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ട് എത്ര രൂപക്കാണോ വാങ്ങിയത് അതാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് വരിക. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോവറാണ്. താഴെ 2 കാര്യമുണ്ട്. അതിലെ ചെറുതും ഈ മുകളിലെ ആക്ച്വൽ കോസ്റ്റും കമ്പയർ ചെയ്യുക. ദെൻ അതിലെ വലുതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് ഈ ഷെയറിൻ്റെ കേസിലും ഇക്വിറ്റി ഷെയർ അല്ലേ ഇക്വിറ്റി ഓറിയൻറ്റഡ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിലും വരിക. ഓക്കെ, അപ്പോൾ ലോവർ ഓഫ് ദി ഏതൊക്കെ നോക്കാം. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഓൺ 31/1/2018. ഓക്കെ, അതായത് 31/1/2018 ഞാൻ ഈ വാങ്ങിയ ഷെയറിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഷെയറുകൾ ഈ പറയുന്ന ഷെയറോ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് വാങ്ങിയത് 2015 വിചാരിക്കാം. ഓക്കെ, 2015 വാങ്ങിയ ആ ഒരു ഷെയർ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ അത് ഞാൻ 2023 വിറ്റു. 5 ലക്ഷം രൂപക്ക് വാങ്ങിയതാണ് വിചാരിക്കുക. 5 ലക്ഷത്തിന് വാങ്ങിയത് ഞാൻ ഒരു 10 ലക്ഷത്തിന് വിറ്റു. അതാണ് അവിടുത്തെ ആ 10 ലക്ഷമാണ് ആക്ച്വൽ കോസ്റ്റ് 5 ലക്ഷമാണ് അവിടുത്തെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ആ 2015 ഞാൻ 5 ലക്ഷം രൂപക്ക് വാങ്ങിയതാണെങ്കിൽ ആ 5 ലക്ഷമാണ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഒന്നത്. ഇനി രണ്ടാമത്തത് ദ ലോവർ ഓഫ് ആണ്. ദ ലോവർ ഓഫ് താഴെ പറയുന്ന 2 കാര്യമുണ്ട്. ദെൻ ഞാൻ വിറ്റത് 2023 15 വാങ്ങിയത് ഞാൻ 2023 വിറ്റത് അല്ലേ. ദെൻ 2018 ജാനുവരി 31 2018 ജാനുവരി 31 എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ആ വാങ്ങി വെച്ച ഷെയറിൻ്റെ അല്ലെങ്കിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്രയാണ് നോക്കാം. ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ് നോക്കാം അല്ലേ. അപ്പം ഞാൻ വാങ്ങിയ കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ പറ്റും, ആ ഷെയറിൻ്റെ അന്നത്തെ ഈ ഡേറ്റിലെ മാർക്കറ്റ് വാല്യൂ എത്രയെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ലോവർ ഓഫ്തിൽ ഫസ്റ്റ് വൺ പറയാം. ലോവർ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ആയിട്ട് ഇതാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്. ഇവിടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ആ ഷെയറും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടാണ്. എൻ്റെ കയ്യിലുള്ള ആ ഷെയറിൻ്റെ അല്ലെങ്കിൽ ആ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ 2018 ജാനുവരി 31 അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്നുള്ളത് അവിടെ എഴുതി വെക്കുക. പിന്നെ ടോട്ടൽ എമൗണ്ട് റിസീവ്ഡ് അറ്റ് ദ ടൈം ഓഫ് സെല്ലിംഗ് ഓഫ് ഇക്വിറ്റി ഷെയർ ഓർ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അല്ലേ. 2023 ഞാൻ ഈ പറയുന്ന ഷെയർ വിറ്റു അല്ലേ. വിറ്റപ്പോൾ കിട്ടിയ പൈസ, ആ പൈസയും 31/1/2018 അതിൻ്റെ മാർക്കറ്റ് വാല്യൂം കമ്പയർ ചെയ്യുക. അതിലെ ചെറുതും ദെൻ യഥാർത്ഥത്തിൽ എനിക്ക് ചിലവായ ആ വാങ്ങാൻ വേണ്ടി 2015 എനിക്ക് അത് വാങ്ങാൻ വേണ്ടി ചിലവാക്കിയ ക്യാഷും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ വലുതും എടുത്തിട്ട് അല്ലേ, അതിൽ ഏതാണോ വലുത് വരുന്നത് അതായിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, നോക്കണം നമ്മളത് എത്ര രൂപക്കാണോ വാങ്ങിയത് എന്നുള്ളതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണത്. കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ വരുൺ ബോട്ട് ഇക്വിറ്റി ഷെയർസ് ഓൺ 15th December 2018. 2018 ഡിസംബർ 15 എന്ത് ചെയ്തു, വരുൺ എന്ന് പറയുന്ന ഒരാൾ ഇക്വിറ്റി ഷെയർ വാങ്ങി. ഓക്കെ, വാങ്ങിയത് 10,000 രൂപക്കാണ്. അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 2019
ജാനുവരിയിൽ അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ 12,000 റുപ്പീസാണ്. ഓക്കെ, ഡേറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 1 സെക്കൻഡ്. ഓക്കെ, ഇത് വാല്യൂ ഇവിടുത്തത് 19 അല്ല 18 ആണ്. ഓക്കെ, മിസ്റ്റർ വരുൺ ബോട്ട് ഇക്വിറ്റി ഷെയർസ് ഓൺ 15th December 2018. 2018 ഡിസംബർ 15 എന്ത് ചെയ്തു? ഈ പറയുന്ന വരുൺ എന്ന് പറയുന്ന ഒരാൾ കുറച്ച് ഷെയർ വാങ്ങി, ഇക്വിറ്റി ഷെയർ പർച്ചേസ് ചെയ്തു. 10,000 രൂപക്കാണ് പർച്ചേസ് ചെയ്തത്. ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 2018 ജാനുവരി 31 ആ ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ 12,000 രൂപയാണ്, 12,000 റുപ്പീസാണ്. ഓക്കെ, ഇയാൾ എന്ത് ചെയ്തു? ഈ ഷെയർ വിറ്റു. ഓക്കെ, ഹീ സോൾഡ് ദ ഷെയർസ് ഓൺ 10th May 2023. നമ്മുടെ പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന ഷെയർ അയാൾ വിറ്റു. 15,000 രൂപക്കാണ് വിറ്റത്. ഓക്കെ, വാട്ട് വിൽ ബി ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് ആണ് ചോദ്യം. ഓക്കെ, നമുക്ക് അറിയാം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെയിൽസ് കൺസിഡറേഷൻ എഴുതുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കാണേണ്ടത്, നമ്മളോട് ക്വസ്റ്റ്യൻ ഇതാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കാണാൻ പറഞ്ഞത് അല്ലേ? ഓക്കെ, നമ്മൾ ആദ്യം കമ്പ്യൂട്ടേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒക്കെ കൊടുക്കണം കേട്ടോ നിങ്ങൾ എഴുതുന്ന സമയത്ത്. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഇവിടെ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ഓഫ് അല്ലേ, താഴെ പറയുന്നതിൽ വലുതാണ് എടുക്കേണ്ടത് അല്ലേ? താഴെ പറയുന്നതിൽ വലുത് ഏതൊക്കെയാണ്? ഒന്ന് ഒറിജിനൽ കോസ്റ്റ് ആണ്. നമുക്ക് ഈ പറയുന്ന ഷെയർ വാങ്ങാൻ വേണ്ടി വന്ന യഥാർത്ഥ ചിലവ് എത്രയാണോ അത് നോക്കുമെന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ലോവർ ഓഫ് ദി ഫോളോയിങ് ആണ് അല്ലേ? ലോവർ ഓഫ് ദി ഫോളോയിങ്, താഴെ പറയുന്ന 2 കാര്യമുണ്ട്, അതിൽ ചെറുത് കൊടുക്കുക. എന്നിട്ട് ഈ പറയുന്ന ഒറിജിനൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുക, അതിൽ വലുതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ 2 കാര്യമാണ്. 31/1/2018 ഈ ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 12,000 ആണ്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ കാര്യം ഇത് എത്ര രൂപക്കാണ് വിറ്റത്? 2023 അയാൾ വിറ്റ സെയിൽ പ്രൈസ് 15,000 രൂപയാണ്. അപ്പോൾ 15,000 ആണോ 12,000 ആണോ ചെറുത് നോക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ട് ഇതിൽ ചെറുത് ഏതാണ്? 12,000 ആണ്. ആ 12,000ഉം ഈ ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ടുള്ള 10,000ഉം കമ്പയർ ചെയ്യുക, അതിൽ ഹയർ വലുതെടുക്കുക. ഓക്കെ, അപ്പോൾ 12,000 ഓർ 10,000 വിച്ച് ഈസ് ഹയർ എത്രയാ? 12,000 ആയിരിക്കും. അപ്പോൾ 12,000 ആയിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, യഥാർത്ഥത്തിൽ ഇയാൾ വാങ്ങിയപ്പോൾ ചിലവായത് എത്രയാ? 10,000 ആണ്. പക്ഷേ അതെടുക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും ഹെൻസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഹയർ ഓഫ് അല്ലെ 10,000 ആണോ അതോ 12,000 ആണോ? അപ്പോൾ നമുക്കറിയാം 12,000 ആണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കാണാൻ പറഞ്ഞാൽ എന്താ? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണോ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് ആണ് അല്ലേ? എന്താണെന്നുള്ളതാണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കാണാൻ. സെയിൽ പ്രൈസ് വിറ്റത് എത്രയാ? 15,000 രൂപയാണ്. മൈനസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ കണ്ടെത്തി വെച്ചാൽ 12,000 മൈനസ് ചെയ്യുക. സെയിൽ ചെയ്തത് 15,000 ആണ്. 15,000 മൈനസ് നമ്മൾ കണ്ടെത്തി വെച്ച കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 12,000 റുപ്പീസാണ്. അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും 3,000 എന്നുള്ള ആൻസർ കിട്ടും. ദിസ് വിൽ ബി ദ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാണേണ്ടത് ഷെയറിൻ്റെ കേസിലും. ഓക്കെ, ഇക്വിറ്റി ഷെയറിൻ്റെ കേസിലും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ കേസിലും നമുക്കിവിടെ ഈ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാണാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. ഇനി വേറെ കേസാണ് ബോണസ് ഷെയർസ് അലോട്ടഡ് ബിഫോർ 1/4/2021 അല്ലേ? എന്താ ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മീൻ ബൈ ബോണസ് ഷെയർ? ബോണസ് ഷെയർ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അല്ലേ, കമ്പനി എന്ത് ചെയ്യും? ആ പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കും. ആ വീതിച്ച് കൊടുക്കണ 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ബോണസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ക്യാഷ് ബോണസ് എന്ന് പറയാം. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് പകരം ഷെയർ ആയിട്ട് കൊടുക്കാം അല്ലേ? ദെൻ ആ ഷെയർ കൊടുക്കുന്നതിനാണ് ബോണസ് ഷെയർ എന്ന് പറയും. അപ്പോൾ സാധാരണ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ദെൻ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. ആരാണോ ഷെയർ വാങ്ങണത് അത് കമ്പനിക്ക് പൈസ കൊടുക്കണം അല്ലേ?
പകരം ഇവിടെ ഫ്രീ ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുകയാണ്? ഷെയർ കിട്ടുകയാണ്. ഫ്രീ ആയിട്ട് ഷെയർ കിട്ടും ഷെയർ ഹോൾഡേഴ്സിന്. നിലവിലെ ഷെയർ ഹോൾഡേഴ്സിനാണ് ബോണസ് ഷെയർ കൊടുക്കുക കേട്ടോ. ദെൻ അപ്പോൾ ആ ഷെയർ ഈ ഷെയർ ഹോൾഡർക്ക് കിട്ടുമ്പോൾ അതൊരു ക്യാപിറ്റൽ ഒരു അസറ്റാണ് അല്ലേ? നമുക്കറിയാം ക്യാപിറ്റൽ അസറ്റാണ്. ദെൻ അത് വാങ്ങുമ്പോൾ അയാൾക്ക് പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് അയാൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. കാരണം അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷെയറാണ്. മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? ഇപ്പോൾ അയാൾക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അത് അയാൾക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് പൈസ കിട്ടും അല്ലേ? ഈ ബോണസ് ഷെയർ അയാൾ പിന്നീട് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടും? അവിടെ സെയിൽസ് കൺസിഡറേഷൻ ഉണ്ടാവും. അവിടെ ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അയാൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവില്ല, നില്ലായിരിക്കും. കാരണം അത് ബോണസ് ഷെയറാണ്. അയാൾക്ക് ഫ്രീ ആയിട്ട് കമ്പനി കൊടുത്ത ഷെയറാണ്. അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അയാൾക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അല്ലാതെ അയാൾ പർച്ചേസ് ചെയ്തപ്പോൾ വന്ന പൈസ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ ഓൾദോ ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഈസ് നില്ലായിരിക്കും അവിടെ. ദ അസസി മേ ഓപ്റ്റ് ഫോർ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001. ഓക്കെ, ആസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സച്ച് ബോണസ്. അതവിടെ കേട്ടെ പറയാം. ഇനി ബോണസ് ഷെയർസ് അലോട്ടഡ് ബിഫോർ 1/2/2018. ഈ പറയുന്ന ബോണസ് ഷെയർ ഈ ഷെയർ ഹോൾഡർക്ക് അലോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഷെയർ കയ്യിലുള്ള ആൾക്ക് ഇത് അലോട്ട് ചെയ്ത് കൊടുത്തത്, കമ്പനി അലോട്ട് ചെയ്തത് 1/2/2018 മുൻപാണെങ്കിൽ, ബിഫോർ 1/2/2018. ഓക്കെ, അതായത് 2018 ഫെബ്രുവരി 1 മുൻപാണ് ഈ പറയുന്ന ബോണസ് ഷെയർ ആ ഷെയർ ഹോൾഡർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ആസ് വിച്ച് STT എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആണ്. ഹാസ് ബീൻ പെയ്ഡ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. എന്നിട്ട് എന്ത് ചെയ്യണം? അയാൾ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് അവിടെ ഗവൺമെൻറ്റിലോട്ട് അടക്കം വേണം. അത് കിട്ടുമ്പോൾ ഇപ്പോൾ ബോണസ് ഷെയർ ആണെങ്കിലും അല്ലാത്ത ഏത് ഷെയർ പർച്ചേസ് ചെയ്താലും സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് ഒരു ടാക്സ് കൊടുക്കേണ്ടി വരും. ആ ടാക്സ് കൊടുക്കും വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അവിടെ കാണേണ്ടത് ഇതാണ്. രണ്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്യാം. ഒന്ന്, ദ കോസ്റ്റ് വുഡ് ബി ഹയ്യർ. താഴെ പറയുന്നതിൽ വലുത് ഏതാണോ അതായിരിക്കും കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് വരിക. കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കൺസിഡർ ചെയ്യുക. ആക്ച്വലി അവിടെ കോസ്റ്റ് ഇല്ല, കാരണം അയാൾക്ക് ഇത് ബോണസ് ഷെയർ ആയിട്ട് കിട്ടിയതാണ്, കമ്പനി ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കും. പക്ഷേ നമ്മളൊക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറയ്ക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കേസ്, ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലായിരിക്കും. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് ബോണസ് ഷെയർ അലോട്ടഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2001 ആണ്. 2001 ശേഷമാണ് ഇത് അലോട്ട് ചെയ്തതെങ്കിൽ അവിടെ ഈ പറഞ്ഞ ആക്ച്വൽ കോസ്റ്റ് എന്തായിരിക്കും? നില്ലായിരിക്കും. ഓക്കെ, കോസ്റ്റ് ഓഫ് അക്വിസിഷന് നില്ലായിരിക്കും, അവിടെ ഉണ്ടായിരിക്കില്ല. ദെൻ ഇനി അല്ലാത്ത കേസിലൊക്കെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 ആയിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ 1/4/2001 അല്ലേ? ഇവിടെ പറഞ്ഞത് എന്താണ്? ആഫ്റ്റർ 1/4/2001 ശേഷമാണെങ്കിൽ, അതായത് 2001 ഏപ്രിൽ മാസം 1 ശേഷമാണ് ഈ പറയുന്ന ബോണസ് ഷെയർ അത് കിട്ടിയ, അല്ലെങ്കിൽ ഷെയർ ഹോൾഡർക്ക് കിട്ടിയതെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്തായിരിക്കും? നില്ലായിരിക്കും. കോസ്റ്റ് ഓഫ് അക്വിസിഷന് നില്ലായിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി അതെല്ലാം അതിന് ശേഷമാണെങ്കിൽ, അതിന് മുമ്പാണെങ്കിൽ, 1/4/2001 മുൻപാണ് ഈ ബോണസ് ഷെയർ ഈ ഷെയർ ഹോൾഡർക്ക് കിട്ടിയതെങ്കിൽ അവിടുത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ നോക്കണം നമ്മൾ. ദെൻ ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 2000, രണ്ട് കാര്യം നോക്കേണ്ടത്. ഒന്ന്, ഫെയർ മാർക്കറ്റ് വാല്യൂ ഓൺ 1/4/2001 വാല്യൂയും, ദെൻ ലോവർ ഓഫ് ദി ഫോളോയിങ് ഫെയർ മാർക്കറ്റ് വാല്യൂ ആസ് ഓൺ 31/1/2018 വാല്യൂയും ആക്ച്വൽ സെയിൽസ് കൺസിഡറേഷനും തമ്മിൽ കമ്പയർ ചെയ്യുക. അതിൽ ചെറുതെടുക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുക. 2001 ഏപ്രിൽ മാസം 1-ാം തീയതിയിൽ ആ ബോണസ് ഷെയറിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ കമ്പയർ ചെയ്യുക. ദെൻ അതിൽ വലുത് കൊടുക്കുക. ഓക്കെ, അതായിരിക്കും അവിടുത്തെ എന്തായിട്ട് വരിക? ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം നോക്കാം നമുക്ക്. മിസ്റ്റർ വിഷൻ വാസ് ഹോൾഡിംഗ് 100 നമ്പർ ഓഫ് ലിസ്റ്റഡ് ഷെയർസ് ഓഫ് ABC ലിമിറ്റഡ്. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 100 ഷെയർ ഈ പറയുന്ന വിഷൻ എന്ന് പറയുന്ന ആളുടെ കയ്യിലുണ്ട്. ഓക്കെ,
ദെൻ 2007 ഈ ഷെയർ ഇയാൾ വാങ്ങിയത്. നോട്ട് ചെയ്ത് വെച്ചാൽ 2007 100 ഷെയർ ഇയാൾ വാങ്ങിയത്. അത് വാങ്ങിയപ്പോൾ ഒരു ഷെയറിന് കൊടുത്തത് 400 രൂപയാണ്. അപ്പോൾ 400 ഇൻറ്റു 100 അല്ലേ, 100 ഷെയറിന് ഒരു ഷെയറിന് 400 രൂപ വെച്ചിട്ട് വരുമ്പോൾ 400 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 40,000 രൂപയാണ് അയാൾ അതിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുണ്ടാവുക. ഓക്കെ. ദെൻ നൗ ഈ പറയുന്ന നമ്മളുടെ ഇപ്പോൾ എന്ത് ചെയ്തു, ABC ലിമിറ്റഡ് അല്ലേ, ഈ പറയുന്ന വിശ്വൻ്റെ കയ്യിലുള്ള ഷെയർ ഏത് കമ്പനിയുടേതാണ്? ABC കമ്പനിയുടെ ഷെയറാണ്. ABC കമ്പനി ഒരു കാര്യം തീരുമാനിച്ചു, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുക, ബോണസ് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു. ഇഷ്യൂസ് ബോണസ് ഷെയർസ് ഇൻ ദ റേഷ്യോ ഓഫ് 1:1. അതായത് ABC കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന അല്ലെ, ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് പകരം ഒരു ഷെയർ ഫ്രീ ആയിട്ട് കൊടുക്കുക, ബോണസ് ആയിട്ട് കൊടുക്കുക. അതാണ് 1:1 എന്ന് പറയുന്നത്. 1 ബോണസ് ഷെയർ ഫോർ എവറി 1 ഷെയർ ഹെൽഡ്. ഓരോ ഷെയർ ഹെൽഡ് ചെയ്യുന്ന ആൾക്കും ഒരു ഷെയർ വെച്ചിട്ട് എന്ത് കൊടുക്കുക, അയാൾക്ക് ബോണസ് ഷെയർ ആയിട്ട് കൊടുക്കുക. അപ്പോൾ വിശ്വന് എത്ര ഷെയർ കിട്ടും? 100 ഷെയറാണ് ഇയാളുടെ കയ്യിലുള്ളത്. അപ്പോൾ എക്സ്ട്രാ 100 ബോണസ് ഷെയർ അയാൾക്ക് കിട്ടും. ഓക്കെ. ഇൻ ജാനുവരി 2024 ഹീ സോൾഡ് ഓൾ ദ ഷെയർസ്. 2024 ജാനുവരിയിൽ, ദാറ്റ് മീൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഇയാളുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ഷെയർസും അയാൾ എന്ത് ചെയ്തു, അയാൾ സെയിൽ ചെയ്തു. എത്ര രൂപക്കാ? 780 പെർ ഷെയറാണ്. ഒരു ഷെയറിന് 780 രൂപ വെച്ചിട്ട് അയാൾക്ക് എന്ത് കിട്ടി, അവിടെ പൈസ കിട്ടി. ഓക്കെ. അപ്പോൾ 200 ഇൻറ്റു 780 ആയിരിക്കും അവിടുത്തെ സെയിൽസ് കൺസിഡറേഷൻ വരിക. ഈ ആൾസോ പെയ്ഡ് ബ്രോക്കറേജ് 10 പെർ ഷെയറാണ്. 10 രൂപ ഓരോ ഷെയറുമേ ബ്രോക്കറേജും കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ട് ക്യാപിറ്റൽ ഗെയിൻ, ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക്. ഫുൾ വാല്യൂ കൺസിഡറേഷൻ നമുക്കറിയാം, ഇയാൾക്ക് ആദ്യം വാങ്ങിയ 100 ഷെയറും ഉണ്ട്, പിന്നെ അയാൾക്ക് കിട്ടിയ 100 ഷെയർ ബോണസ് ഷെയറും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 200 ഷെയർസാണ് ഉണ്ടാവുക. 200 ഇൻറ്റു 780 രൂപക്കാണ് അയാൾ ഓരോ ഷെയറും വിറ്റത് അല്ലേ. അപ്പോൾ 200 ഇൻറ്റു 780 1,56,000 വരും. ഓക്കെ. ഇനി അയാൾക്ക് ഈ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് ബ്രോക്കറേജ് കൊടുത്തത്. അപ്പോൾ 200 ഇൻറ്റു 10 2000 രൂപ ബ്രോക്കറേജ് പോയി. അത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നെറ്റ് കൺസിഡറേഷൻ 1,84,000. ഓക്കെ. ഇനി നമുക്ക് അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കണം അല്ലേ. ആദ്യത്തെ 100 ഷെയർ ഓക്കെ അയാൾ വാങ്ങിയതാണ്, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവും, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഉണ്ടാവും. എത്ര ഷെയറാണ് അയാൾ വാങ്ങിയത്? 100 ഷെയർ അന്ന് വാങ്ങിയപ്പോൾ കൊടുത്തത് 400 രൂപ. അപ്പോൾ 100 ഇൻറ്റു 400 എത്ര വരും? 40,000 രൂപ വരും അല്ലേ. അത് വാങ്ങിയ ഡേറ്റ് നോക്കണം, 2007 2007 40,000 ഇന്ന് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇൻഡെക്സേഷൻ ചെയ്യണം. സോ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്മൾ 40,000 ഇൻറ്റു ഇയർ ഓഫ് ട്രാൻസ്ഫർ 2023 എന്നാലാണ് അന്നത്തെ 348 ഡിവൈഡ് ബൈ 2007 ഇൻഡെക്സ് 129 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കവിടെ 1,07,907 കിട്ടി. ഓക്കെ. ദെൻ ഇനി മറ്റൊരു 100 ഷെയറും കൂടി ഉണ്ട് അല്ലേ, ഒരു 100 ഷെയറും കൂടി ഉണ്ട്. ആ 100 ഷെയറിന് അയാൾക്ക് വാങ്ങിയതെന്നാ, ബോണസ് ഷെയർ ആയിട്ട് അയാൾക്ക് കിട്ടിയത് ഈ 2007 2007 ശേഷമാണ്. 2007 ശേഷം, അതായത് 2001 ഏപ്രിൽ മാസം 1-ാം തീയതിക്ക് ശേഷം ബോണസ് ഷെയർ കിട്ടുകയാണെങ്കിൽ അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നില്ലാന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നില്ലാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ആഫ്റ്റർ 1/4/2001 ശേഷമാണ് ബോണസ് ഷെയർ കിട്ടുകയെന്ന് വെച്ചാൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമുക്ക് കുറക്കാൻ പറ്റില്ല, അത് നില്ല് തന്നെ ആയിട്ട് എടുക്കണം. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കാം, ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ബോണസ് ഷെയർ കുറക്കാൻ പറ്റില്ല, കാരണം അത് നില്ലായിട്ട് എടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ ആക്ച്വലി നമുക്ക് ആ 100 ഷെയറിൻ്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 46,093 എന്നുള്ളൊരു ഒരു ആൻസറാണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ. അപ്പോൾ ഇതാണ് ചെയ്യാനുള്ളത്. ദെൻ എത്ര ഇമ്പോർട്ടൻസ് ഇല്ല, മേ ബി ചിലപ്പോൾ ചോദിച്ചാൽ ചെയ്തുകൊണ്ടു. ഇതാണ് ഇതിൻ്റെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 കേസിലാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് എന്ത് നോക്കാനുള്ളത്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പറഞ്ഞത്. ഒന്ന് പ്രീവിയസ് ഓണറുടെ കേസ്, രണ്ടാമത്തത് ലോങ് ടൈം അല്ല ഇക്വിറ്റി ഷെയറിൻ്റെയും ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ടിൻ്റെ കേസിൽ, മൂന്നാമത്തത് ബോണസ് ഷെയറിൻ്റെ കേസിലുള്ള കോസ്റ്റ് ഓഫ് അക്വിസിഷനും.
ഇനി നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സംപ്റ്റഡ് ആണ്, അതായത് ഡിഡക്ഷൻസ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഒരു ക്ലാസ്സോട് കൂടി നമുക്കത് തീരും കേട്ടോ. ഇനി നമുക്കിവിടെ നിർത്താം, ഇത് തുടങ്ങിയാൽ അവസാനിക്കില്ല. കാരണം 54 സെക്ഷൻസ്, ഒരു 6-7 സെക്ഷൻസ് പഠിക്കാനുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ ഗെയിനിന് ചിലപ്പോൾ തിയറി ചോദിക്കുകയാണെങ്കിൽ ഇത് ചോദിക്കാം, എന്തൊക്കെയാണ് എക്സംപ്റ്റഡ് എന്നുള്ളത്. ഇനി മേ ബി പ്രോബ്ലത്തിലും വരാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിന്ന് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.